ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് എവൻഗേലിയനായി വായിച്ച കേട്ടതായ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള ചില വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതം എന്തിനു നാഥാ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത്, വിശുദ്ധ ദിവസത്തിൽ തിരുസന്നിധിയിൽ വന്ന് തിരുമുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിയ വലിയ അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, നിൻ്റെ സന്നിധിയിലിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. ഞങ്ങൾ വചനം കേട്ട് പോകുന്നവരല്ല കർത്താവേ, അതനുസരിച്ച് ജീവിക്കുന്ന 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമായി ഈ ലോകത്തിൽ പരിലസിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സഭയായി ഗായക സംഘ ഞായറായി ഇന്ന് ആചരിക്കുകയാണ്. സഭയിലെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ഗായക സംഘത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവരുടെ സമർപ്പണത്തെയും അവരുടെ നിസ്വാർത്ഥ സേവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷം കൊയർ സൺഡേയിൽ ദൈവവചനത്തിന് മുൻപാകെ നിൽക്കുന്നതിന് ദൈവം എനിക്ക് തന്നതായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ ഗായക സംഘത്തിൽ ഇതിന് മുൻപ് പ്രവർത്തിച്ച നമുക്ക് നേതൃത്വം നൽകിയ പല ആളുകളും സ്വദേശത്തും വിദേശത്തുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇടവകയിൽ ഇപ്പോൾ സന്നിഹിതരാണ്. അവരെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ പൂർവിക പിതാക്കന്മാർ പലരും ഞങ്ങൾക്ക് മുൻപേ ഇവിടെ പാട്ടുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമല്ലോ ഇത്. അവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിപ്പിക്കുമ്പോൾ ഇന്ന് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ജീവിതത്തെ ഉണർത്തുന്ന ദൈവിക സംഗീതം എന്നുള്ളതാണ്. ജീവിതത്തെ ഉണർത്തുന്ന ദൈവിക സംഗീതം. അതിന് ഉപോത്ബലകമായി ഇന്ന് നാം ചിന്തിക്കുന്നതിന് തിരഞ്ഞെടുത്ത വേദഭാഗം അത്രേ എവൻഗേലിയനായി നാം വായിച്ചു കേട്ടത്. മുഴുവൻ ആ വാക്യങ്ങളും ഞാൻ വായിച്ചില്ല. അതിന് പകരം ഒരു 3-4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വായിച്ച് നിങ്ങളുടെ ചെറിയ ഒരു ധ്യാനം ഞാൻ അവതരിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ സംഗീതം എന്ന് പറയുന്നത് മറിയയുടെ സംഗീതമാണ്. ദ സോങ് ഓഫ് മേരി. അത് നമ്മുടെ ആരാധനാ പുസ്തകത്തിൽ 11-ാമത്തെ പേജിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ദേഹി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ ഗാനം. ഈ ഗാനം മറിയ പാടുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമായി നമുക്ക് അറിയാം.
മറിയ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി അഭേദ്യമായ ആ ഒരു ബന്ധത്തിൽ, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇത് എലിസബത്തിനെ കാണുവാനായിട്ട് മറിയ പോകുന്നു. മറിയയുടെ ജീവിത പശ്ചാത്തലമൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതലായി ഞാനതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ലോകാപവാദമൊക്കെ കേൾക്കണം എന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന ആഹ്വാനമനുസരിച്ച് മറിയ ഇതാ എലിസബത്തിനെ കാണാനായിട്ട് പോകുന്നു. അവിടെ പരസ്പരം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിച്ചതായ രണ്ട് വ്യക്തികൾ ഇതാ അവരെ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മറിയയുടെ കണ്ടത്തിൽ നിന്ന് ഒഴുകി അനർഗളമായി വരുന്ന ഒരു മധുര സംഗീതമാണ് ഇവിടെ മറിയയുടെ പാട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2-3 ചെറിയ ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഒന്നാമത്, ഇവിടെ മറിയ പറയുന്നു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ദേഹി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൾക്ക് പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്നെ തേടി ദൈവം വന്നതല്ലേ, ഞാൻ വലിയ മിടുക്കിയാണ് എന്നൊരു പക്ഷേ അവൾക്ക് അവതരിപ്പിക്കാമായിരുന്നു. എന്നെ കഴിഞ്ഞാൽ വേറെ ആരുമില്ല എന്നൊരു പക്ഷേ അവൾക്ക് പറയാമായിരുന്നു. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മറിയയെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും എൻ്റെ പാട്ട് കേട്ടാൽ ഞാനാണ് ഇനി ഏറ്റവും വലിയ പാട്ടുകാരനെന്ന് എനിക്ക് ഒരു പക്ഷേ തോന്നാം. ഞാൻ പാടിയത് കൊണ്ടാണ് ഈ കൊയർ ഏറ്റവും മനോഹരമായി എന്ന് എനിക്ക് വേണേൽ പറയാം. എന്നീ അങ്ങനെ പറഞ്ഞാൽ നിശ്ചയമായും നിൻ്റെ സ്വയം സ്വാർത്ഥത അല്ലെങ്കിൽ നിൻ്റെ സ്വയം അങ്ങ് പൊങ്ങി പോകുകയാണ്. എന്നാൽ ദൈവത്തിന് അതിന് പകരമായ ഒരു സ്ഥാനം കൊടുക്കുവാൻ മറിയ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങളായി നമുക്ക് തീരേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തന്നെ പുകഴ്ചയാണ്, നാം തന്നെ എന്തൊക്കെയോ പറഞ്ഞ് പുകഴുകയാണ്. ഞാനില്ലെങ്കിൽ വേറെ ആരുമില്ല എന്നുള്ള ഒരു ഭാവമാണ് നമ്മളിലുള്ളത്. എന്നാൽ ദൈവത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതാവോളം ചെയ്താൽ നമ്മുടെ സംഗീതവും ജീവിതവും അർത്ഥവത്തായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അവിടെ മനോഹരമായ ഒരു ഗാനമുണ്ട്, മിരിയാമും മോശയുടെയും ഗാനം, ദ സോങ് ഓഫ് മോസ് ആൻഡ് മിരിയ. ആ മിരിയാമിൻ്റെ തപ്പെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവർക്ക് മുൻപിലുണ്ടായിരുന്നതായ പ്രതിസന്ധികളെ തരണം ചെയ്തതായ അവസരങ്ങളെ ഓർക്കുമ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ശത്രു സൈന്യം, മുൻപോട്ട് നോക്കുമ്പോൾ ചെങ്കടൽ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ അവർക്ക് നടന്നു പോകണമെന്ന് വളരെയധികം വിഷമിച്ചു നിന്നതായ സാഹചര്യത്തിൽ ദൈവം അവരെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയ സ്നേഹിതരെ, എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് വരുമ്പോൾ സ്വയമായി നാം നമ്മെ തന്നെ പുകഴുകയല്ലേ? ഈ ദൈവത്തെ പോലെ തുല്യനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനല്ലാതെ ആരാണ് നിങ്ങൾക്കുള്ളത്? ഈ ദൈവത്തെ പോലെ സ്നേഹിതൻ വേറെ ആരാണ്? യേശുവെ പോലെ വേറെ ആരുമില്ല എന്നൊരു മനോഹരമായ ഗാനമുണ്ട്. അവിടെ ദൈവത്തിന് തുല്യമായി നിൻ്റെ ജീവനോ മരണമോ ഏത് അവസ്ഥയിലൂടെ നീ പോയാലും ഈ ദൈവത്തെ പോലെ സ്നേഹിതനായിട്ട് നിനക്ക് വേറെ ആരാണുള്ളത്? ഈ ദൈവത്തെ നിനക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുമോ? 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മളോടൊന്നിച്ച് താമസിച്ച കർത്താവ് ഏകദേശം 150 കിലോമീറ്റർ പോലും കൂടുതൽ ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യാത്തതായിട്ടൊരുവൻ, ഒരു ബിരുദമോ യൂണിവേഴ്സിറ്റി അംഗീകാരങ്ങളോ ഒന്നുമില്ലാതെ ദൈവം ഈ ഭൂമിയിൽ ജീവിച്ചു. 5 വൻകരകളിലും അറിയപ്പെടുന്നതായ ഏകനാമം, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അതുമാത്രമല്ല അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച് കെട്ടിയ വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ള, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായവിധിക്കുന്ന 7 പൊൻനിലവിളകളുടെ നടുവിൽ ഉലാകുന്ന സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ സാധിക്കണമെന്ന് ഈ പകൽക്കാലം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ പാട്ടയെങ്കിൽ നിശ്ചയമായും നിൻ്റെ സ്വയം ഇല്ലാതെയായി നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി ഒരു കാര്യം കൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്, ഇവിടെ 48-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും.
എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇവിടെ മറിയയ്ക്ക് എന്തുകൊണ്ട് അത് പറയാനായിട്ട് സാധിച്ചു? നമ്മുടെ പാട്ട് കേട്ട് തലമുറകൾ അത് ഏറ്റുപാടുവാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് വേടൻ്റെ പാട്ടും അതുപോലെ തന്നെ കടലിലെ പാട്ടും ഒക്കെയാണ് നമുക്കിന്ന് നമ്മുടെ തലമുറകൾ ഏറ്റുപാടുന്നത്. എന്നാൽ എൻ്റെയും നിൻ്റെയും ജീവിതം ഒരു സംഗീതമായി നമ്മുടെ തലമുറകളുടെ മുൻപിൽ വരച്ചു കാട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പാട്ട് കേട്ട് ആരെങ്കിലും അയ്യോ ഇത് നന്നായിരുന്നു എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ഗായക സംഘത്തിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പല ആളുകളും ഈ പള്ളിയിൽ വന്ന് എന്നോട് പറയാറുണ്ട്, അയ്യോ ഇന്നത് വളരെ നല്ല പാട്ടായിരുന്നു. പ്രത്യേകിച്ച് ശിവ സാറൊക്കെ പലപ്പോഴും വന്ന് എന്നോട് പറയാറുണ്ട്, ഇന്നത്തെ പാട്ട് വളരെ നല്ലതായിരുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ആ ആത്മാവിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും പാടുന്ന പാട്ടുകൾ കേൾക്കുന്ന ആസ്വാദകനിൽ ആത്മാവിൻ്റെ ഒരു സ്ഫുരണമെങ്കിലും പ്രകടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് പറയാം തലമുറകൾ അത് ഏറ്റുപാടുമെന്ന്. നമ്മുടെ പ്രവൃത്തി കണ്ട് തലമുറകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമോ? ഇവിടെ മറിയയെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് അവൾക്ക് പറയാൻ സാധിച്ചത്, എൻ്റെ പാട്ട് കേട്ട് ഈ തലമുറകൾ അത് ഏറ്റുപാടുമെന്ന്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഒരു കൊച്ചൊരു ബാലൻ അവൻ ദൈവത്തെ അന്വേഷിച്ചു പോയി. ഒരു 50 രൂപ കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് പോയത്. അതിൻ്റെ കാരണം ചെറുപ്രായത്തിൽ അവൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി. അവൻ്റെ അങ്കിളാണ് അവനെ വളർത്തിയത്. അങ്കിളിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്കിൾ വളരെ അത്യാസന്ന നിലയിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, മോനെ ഈ ദൈവത്തിനല്ലാതെ നിൻ്റെ അങ്കിളിനെ രക്ഷിപ്പാനായിട്ട് സാധിക്കുകയില്ല. ഈ വീണ്ടെടുപ്പുകാരനല്ലാതെ നിനക്ക് വേറെ യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞു. അവനൊരു 50 രൂപയും കൊണ്ട് ദൈവത്തെ വാങ്ങിക്കാൻ അവൻ വിചാരിച്ചു, എന്തോ അത്ഭുത സാധനം വല്ലതും ആയിരിക്കും, അത് വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ അങ്കിൾ സുഖപ്പെടുമെന്ന് വിചാരിച്ചു. അവനങ്ങനെ ദൈവത്തെ 50 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് പോയി. അവനങ്ങനെ ഓരോ കടയിൽ ചെന്നു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, അയ്യോ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ വേറെ ആരെങ്കിലും കാണുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ കടമാറി 70 കടയിൽ അദ്ദേഹം പോയി. ആ കൊച്ചു ബാലൻ പോയി. അങ്ങനെ 70ാമത്തെ കടയിൽ ചെന്നപ്പോൾ അവിടെ 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് കൊച്ചു ബാലൻ ചോദിച്ചു, എനിക്ക് ദൈവത്തെ ആവശ്യമുണ്ട്, എനിക്ക് 50 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്, എനിക്ക് ദൈവത്തെ വാങ്ങുവാൻ സാധിക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, മോനെ നിനക്ക് നിൻ്റെ എന്താണ് ആവശ്യം? അവൻ്റെ പ്രശ്നങ്ങളെല്ലാം അവൻ നിരത്തി വെച്ചു. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞാൻ നിനക്ക് ദൈവത്തെ തരാം. അവനൊക്കെ ഒരു കുപ്പിയിൽ അല്പം തേനൊഴിച്ച് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. അവന് വളരെ സന്തോഷമായി. അവൻ തുള്ളിച്ചാടി, എനിക്ക് ദൈവത്തെ കിട്ടി, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. അവൻ ഓടി ഹോസ്പിറ്റലിലേക്ക് പോയി അവൻ്റെ അങ്കിളിന് അത് കൊടുത്തു. അങ്കിളിന് അടുത്ത ദിവസം മെഡിക്കൽ ഡോക്ടേഴ്സ് ഒരു സംഘമായിട്ട് ടീമായിട്ട് വന്ന് പരിശോധിച്ചു. അങ്ങനെ ദിവസേന കഴിഞ്ഞു. ഈ മനുഷ്യനിൽ വളരെ വ്യത്യാസമുണ്ടായി. ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വളരെ നീണ്ട ഒരു തുക ചാർജ് ചെയ്ത് ഈ മനുഷ്യൻ്റെ കൊടുത്തു. അത് കണ്ട് കണ്ണുനീരൊഴുക്കി ഈ മനുഷ്യൻ അങ്കിൾ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് അറിയിപ്പ് വന്നു, ഞങ്ങൾ ഈ ബില്ല് അടിച്ചു തന്നത് നിങ്ങളുടെ തുക അടയ്ക്കുന്നതിന് വേണ്ടിയാണ്, എന്നാൽ അതിനു മുൻപായി നിങ്ങളുടെ തുക ഒരു മനുഷ്യൻ അടച്ചു, അതുകൊണ്ട് ഈ ബില്ല് തിരികെ ഇങ്ങനെ തന്നേക്കൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഈ 70ാമത്തെ കടയിൽ പോയി ഈ കുഞ്ഞ് സമീപിച്ചതായ കടക്കാരൻ ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. ഈ കുഞ്ഞിൻ്റെ പ്രയാസം കണ്ടിട്ട് ആ മനുഷ്യൻ ആ കുഞ്ഞറിയാതെ തന്നെ ആ തുകയെല്ലാം തീർത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തലമുറകൾ ഈ ദൈവത്തെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ജീവിതമാകുന്ന സംഗീതത്തിലൂടെയായിരിക്കണം. ഈ സമൂഹത്തിൽ വരച്ച് കാണിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തെ നോക്കി തലമുറകൾ ഏറ്റുപാടുമോ, എൻ്റെ ദൈവം വലിയവനാണ് എന്ന്? എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന തലമുറകൾ ഏറ്റുപാടുമോ? എൻ്റെ ദൈവം എനിക്ക് വഴി കാണിച്ച് തന്നവർ വളരെ ഭാഗ്യവാന്മാരായി ആണ് എന്ന് ഏറ്റുപാടുമോ? അങ്ങനെ പാടിയാൽ എൻ്റെയും നിൻ്റെയും ജീവിതം, നമ്മുടെ ഗാനങ്ങൾ ഏറ്റവും അർത്ഥവത്താണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതം കണ്ട് തലമുറകൾ നമ്മെ ഭാഗ്യവാൻ എന്ന് ഏറ്റുപാടട്ടെ. അതിന് നമ്മുടെ ഗായക സംഘ ഞായർ, നമ്മുടെ ഗായക സംഘ അംഗങ്ങൾക്കെല്ലാവർക്കും ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഹലോ, പ്രാർത്ഥിക്കാം.